ടീമിനെ പരിചയപ്പെടുന്നതിന് വേണ്ടി കോർട്ടിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ ജി ഹെൻറി, ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ, വിശ്വയോഗ സംസ്ഥാൻ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ബി ടി സുധീർ, സൂര്യകാന്തി ഫൗണ്ടേഷൻ സെൻട്രൽ കമ്മിറ്റി അംഗം, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് ശ്രീ ശശികുമാർ, NSS സ്കൂൾ കരുവാറ്റ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ എന്നിവർ ചേർന്നപ്പോ നമ്മുടെ ടീമിനെ പരിചയപ്പെടുന്ന ടീം സോണിപത് പാന്തേഴ്സ് ടീമിനെയാണ് ഇപ്പോ നമ്മുടെ ഈ മത്സരത്തിലെ അതിഥികൾ പരിചയപ്പെടുന്നത്. പ്രൊഫസർ ഡോക്ടർ ജി ഹെൻറി, ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പലാണ്, വിശ്വയോഗ സംസ്ഥാൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ബി ടി സുധീർ, സൂര്യകാന്തി ഫൗണ്ടേഷൻ സെൻട്രൽ കമ്മിറ്റി അംഗം, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്. ടീമിനെ പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഒഫീഷ്യൽ മത്സരം മാച്ച് ഒഫീഷ്യൽസ് മത്സരം നേതൃത്വം നമ്മുടെ ഒഫീഷ്യൽസിനെ പരിചയപ്പെടുകയാണ്. പ്രൊഫസർ ഡോക്ടർ ജി ഹെൻറി, അഡ്വക്കേറ്റ് ബി ടി സുധീർ, ശ്രീ ശശികുമാർ. ഇപ്പോൾ ഒഫീഷ്യൽസിനെ പരിചയപ്പെട്ടുകൊണ്ട് തുടർന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ടീമിനെ പരിചയപ്പെടുന്നു. സോണിപത് പാന്തേഴ്സിനെ പരിചയപ്പെട്ടുകൊണ്ട് തുടർന്ന് നമ്മുടെ ഒഫീഷ്യൽസിനെ പരിചയപ്പെട്ടു. തുടർന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ടീമിനെ പരിചയപ്പെടുകയാണ്. പ്രൊഫസർ ഡോക്ടർ ജി ഹെൻറി, ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ, വിശ്വയോഗ സംസ്ഥാൻ പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ബി ടി സുധീർ, സൂര്യകാന്തി ഫൗണ്ടേഷന്റെ സെൻട്രൽ കമ്മിറ്റി അംഗം, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് ശ്രീ ശശികുമാർ, NSS സ്കൂൾ കരുവാറ്റ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ. ഇവരാണ് ഈ മത്സരത്തിലെ നമ്മുടെ അതിഥികൾ. താങ്ക് യു പ്രൊഫസർ ഡോക്ടർ ജി ഹെൻറി, താങ്ക് യു അഡ്വക്കേറ്റ് ബി ടി സുധീർ, താങ്ക് യു ശ്രീ ശശികുമാർ, താങ്ക് യു വെരി മച്ച്. ആവേശകരമായ രണ്ടാം സെമി ഫൈനൽ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടാം സെമി ഫൈനലിന്റെ ആദ്യ വിസിൽ മുഴങ്ങി. ആദ്യ റൈഡുമായി സോണിപത് പാന്തേഴ്സിന്റെ 3-ാം നമ്പർ പ്ലെയറാണ് ഇപ്പോൾ ആദ്യ റൈഡുമായി എത്തിച്ചേർന്നത്. ഇന്ത്യൻ റെയിൽവേ ഇതാ റൈഡർ നമ്പർ 7, 7-ാം നമ്പർ പ്ലെയറാണ് ഇപ്പോൾ റൈഡുമായി എത്തുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ രോഹിത് ഗുലിയ, ജൂനിയർ നാഷണൽ, പ്രോ കബഡി 5-7 നാഷണൽ പ്ലെയർ. Do or die. മറുഭാഗത്ത് നിന്ന് 10-ാം നമ്പർ പ്ലെയറാണ് ഇപ്പോൾ റൈഡുമായി വരിക. മുഹിത്, ജൂനിയർ നാഷണൽ.
വീണ്ടും റെയ്ഡുമായി വരികയാണ് രോഹിത് ഗുലിയ. ജൂനിയർ നാഷണൽ പ്രോ കബഡി 5 മുതൽ 7 വരെ സീസൺ, 5ാം സീസൺ മുതൽ 7ാം സീസൺ വരെ, ഇപ്പോൾ കഴിഞ്ഞ 7ാം സീസൺ വരെ പ്രോ കബഡി ഒരവസരം ഞങ്ങൾ നൽകി. വീണ്ടും കടന്ന് ആക്രമിക്കാൻ വന്നാൽ ശക്തമായി നേരിടും എന്നതിന്റെ ഒരു ക്യാച്ചാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഒരു അവസരം കൊടുത്തു, വന്നു, പോയിന്റുമായി പോയി, വീണ്ടും ഉടൻ തന്നെ തിരിച്ചു വരുമ്പോൾ അങ്ങനെയങ്ങ് വിടാൻ കൊള്ളാമോ? ആ ഒരു രീതിയിലുള്ള ഒരു കടന്നാക്രമണം, അതാണ് ആ ക്യാച്ചിലൂടെ നമുക്കിവിടെ പ്രകടമായത്. സോനിപത് പാന്തേഴ്സ്, അനീഷ്. നമ്പർ 2. വാവ്, പൊളിക്കുന്നു. ശ്രീകാന്ത് ജാദവ് പ്രോ കബഡി പ്ലെയർ, 5-7 സീനിയർ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ക്യാച്ച് ചെയ്തത്. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ മറുഭാഗത്തു നിന്ന് വീണ്ടും 10ാം നമ്പർ താരമായ മുഹീദ്. Score 5-1. Sonipat Pandesh 5 points, 1 point Indian Railway. Number 8, Indian Railway. Number 8, SAF Games Junior Asian Cup Pro Kabaddi. 1 each point. Score 6 points. Sonipat Pandesh 2 points. Indian Railway. ഇതാ വീണ്ടും 6ാം നമ്പർ താരം. നമ്പർ 6, 6ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് രവീന്ദർ കുമാർ പ്രോ കബഡി 1-7 1ാം സീസൺ മുതൽ 7ാം സീസൺ വരെ നാഷണൽ 8 നാഷണൽ. വീണ്ടും 5ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് അനീഷ്, ജൂനിയർ നാഷണൽ പ്ലെയർ ആണ്. കണ്ടാലും അറിയാം, ആളൊരു ജൂനിയർ നാഷണൽ പ്ലെയർ തന്നെയാണ്. 5ാം നമ്പറാണ് അനീഷ്. സോനിപത് പന്തേഴ്സിന്റെ 3 പേർ മാത്രമേ ഇപ്പോൾ സൂപ്പർ ടാക്കിൾ ഓൺ. ഇന്ത്യൻ റെയിൽവേ അവിടെ ടൈം ഔട്ട് ആവശ്യപ്പെടുന്നു. കബഡി അത് കേവലം ഒരു കളി മാത്രമല്ല. കളിക്കളങ്ങളിൽ ഇത് കായിക ഇനമായി വളരുമ്പോഴും ഉത്തരേന്ത്യയുടെ ഗ്രാമഹൃദയങ്ങളിൽ സ്നേഹ സൗഹൃദം വളർത്തുന്ന അത്ഭുത കനിയാണ് കബഡി. മാറിമറിയുന്ന ലോകഗതിക്കൊപ്പം കാറ്റിനും കോളിനും പുത്തൻ കായിക സംസ്കാരത്തിന്റെ മുത്തുമണികളായി പെയ്തിറങ്ങുന്ന ഗ്രാമീണതയുടെ കായിക ശേഷിയുടെ കരുത്തിന്റെ ബുദ്ധിയുടെ ശക്തിയുടെ ഒത്തുചേരലിന്റെ പുത്തൻ കരുത്തായി, അറിവായി, ഉണർവായി, മനുഷ്യ മനസ്സിന്റെ പിരിമുറുക്കത്തിന് ആവേശവും ആവോളം വാരിപതിർന്ന ഇന്നിന്റെ നാളെയുടെ പുത്തൻ താരങ്ങളെ വാർത്തെടുക്കുന്ന കബഡി. Do or die. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3 നാളെ ആവേശകരമായ ഫൈനൽ. വീണ്ടും ഇതാ 5ാം നമ്പർ ജൂനിയർ നാഷണൽ താരം അനീഷ്. Do or die.
Indian Railway 6 point. 5 point Sonipat Panthers. 5. Rider Indian Railway number 7. Rohit Gulia. Pro Kabaddi. 6 all. Score 6 all. 6 point Sonipat Panthers. 6 point Indian Railway. Number 3 Sumit Gulia. Number 3 മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് സോണിപത് പന്തേഴ്സിന് വേണ്ടി മത്സരിക്കുന്ന ഇപ്പോൾ റൈഡ് ചെയ്യുന്ന താരമാണ് സുമിത് ഗുലിയ. Team please, captain and manager, women's section. Next match. Team manager and captain. Next match. Delhi Jansis vs Surya Gandhi. Women's section. Next match. Delhi Jansis Surya Gandhi. Team get ready. Next match. Women's section. Delhi Jansis vs Surya Gandhi. Next match. Captain and team manager. Warning. Number 10 green card. Sonipat Panthers. Sumit Gulia. Sumit Gulia. ഇപ്പോൾ റൈഡുമായി ഇന്ത്യൻ റെയിൽവേയുടെ കോർട്ടിലേക്ക് വരികയാണ്. പുരുഷ വിഭാഗത്തിലെ രണ്ടാം സെമി മത്സരമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ വനിതാ മത്സരമാണ്. ഡൽഹി ജാൻസീസും സൂര്യകാന്തി തമ്മിൽ മാറ്റുരയ്ക്കും വനിതാ ടീമുകൾ. അടുത്ത മത്സരം ഡൽഹി ജാൻസീസ് വേഴ്സസ് സൂര്യകാന്തി. Oh, wow. Kolam. Super tackle. Score Sonipat Panthers. 10 point Sonipat Panthers. 10 point. 7 point Indian Railway. 10 points Sonipat Panthers. 7 points Indian Railway. Rider Sonipat Panthers. 10 നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ടത് ഇന്ത്യൻ റെയിൽവേയുടെ സെൽവമണി. പ്രോ കബഡി
2-7 നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. സെൽവമണി ഇപ്പോൾ റൈഡ് കഴിഞ്ഞ് മടങ്ങുന്നു. സെൽവമണി കലാഭവന്റെ ആരുമല്ല. ഡു ഓർ ഡൈ. അഞ്ചാം നമ്പർ ജൂനിയർ നാഷണൽ അനീഷ്. സേഫ് റൈഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഫുൾ ടൈം റൈഡിന് വേണ്ടി ഫുൾ ടൈം എടുക്കുന്നത് സുമിത് ഗുലിയ. ഡു ഓർ ഡൈ. സൂപ്പർ ടാക്കിൾ ഓൺ. 7 പേരുള്ള കോർട്ടിലേക്ക് സൂപ്പർ ടാക്കിൾ സാധ്യത തെളിയുമ്പോൾ അവിടെ റൈഡുമായി എത്തുന്നത് അവിടെ മെല്ലെ കാലൊന്നിടറി ആ ഇടറി വീണ അവസരം മുതലാക്കി സോണിപത് പാന്തേഴ്സ് സൂപ്പർ ടാക്കിൾ 2 പോയിന്റ് ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ score 12 points. 12 points Sonipat Pandesh, 12 points. 8 points Indian Railway. 8 12. Sonipat Pandesh, Indian Railway. സെൽവമണിയെ കടന്നാക്രമിച്ച് കീഴടക്കി കഴിഞ്ഞു സോണിപത് പാന്തേഴ്സ്. ഡു ഓർ ഡൈ. സുമിത് ഗുലിയ സീനിയർ നാഷണൽ. സുമിത് ഗുലിയ ഇതാ 4 പേർ മാത്രമുള്ള കോർട്ടിലേക്ക് റൈഡുമായി എത്തുകയാണ്. സുമിത് ഗുലിയ Sonipat Pandesh. Wow! Asane chang jaga. Sonipat Pandesh score 15. 9 points Indian Railway. 16 points Sonipat Pandesh 16 point.
സൂപ്പർ ടാക്കിൾ സൂര്യഗാന്ധി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3 ആവേശകരമായ കബഡി മാമാങ്കത്തിന്റെ 4ാം ദിനം. പുരുഷ വിഭാഗത്തിൽ 2ാം സെമിയിൽ പോരാട്ട രംഗത്ത് ശക്തമായ ഉരുക്കുകോട്ടകൾ തീർത്തുകൊണ്ട് സോണിപത് പാന്തേഴ്സ് ഇന്ത്യൻ റെയിൽവേയെ നേരിടുന്നു. ഇന്ത്യൻ റെയിൽവേ പ്രഗത്ഭരായ പ്രോ കബഡി താരങ്ങളെ 1 മുതൽ 7 വരെ സീസണുകളിൽ ശക്തമായി മുന്നേറ്റം കാഴ്ചവെച്ച പ്രമുഖ പ്രോ കബഡി വിവിധ ടീമുകളിൽ മാറ്റിവെച്ച പ്രഗത്ഭരായ 8ഓളം പ്രോ കബഡി പ്ലേയേഴ്സ് പങ്കെടുക്കുന്നു എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകത. മെല്ലെ മെല്ലെ കടന്നാക്രമണം കാഴ്ചവെച്ചതാ ഇതാ സൂപ്പർ ടാക്കിലൂടെ 2 പോയിന്റ്സ്. സ്കോർ 15-11 15-11 15-12 സോണിപത് പാന്തേഴ്സ് 15 points 12 points ഇന്ത്യൻ റെയിൽവേ 15-12 15 പോയിന്റ് സോണിപത് പാന്തേഴ്സ് 12 പോയിന്റ് ഇന്ത്യൻ റെയിൽവേ. റൈഡ് സുമിത് ഗുലിയ സീനിയർ നാഷണൽ സുമിത് ഗുലിയ സോണിപത് പാന്തേഴ്സിന്റെ 3ാം നമ്പർ പ്ലെയർ സേഫ് റൈഡ് ചെയ്ത് മടങ്ങുമ്പോൾ മറുഭാഗത്തു നിന്നുള്ള 8ാം നമ്പർ താരമാണ് റൈഡുമായി ഇന്ത്യൻ റെയിൽവേസിന്റെ 8ാം നമ്പർ താരമായ ബികാസ് കണ്ടോള സബ് ഗെയിംസ് ജൂനിയർ ഏഷ്യൻ കപ്പ് പ്രോ കബഡി 4-7 പ്ലെയർ ആണ്. 8ാം നമ്പർ ജേഴ്സി യൂണിയന്റെ ബികാസ് കണ്ടോള. ബികാസ് സേഫ് റെഡി മടങ്ങുമ്പോൾ മറുഭാഗത്തുനിന്നും വീണ്ടും സുമിത് ഗുലിയ നമ്പർ 3 സുമിത് ഗുലിയ സൂര്യഗാന്ധി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീനദയാൽ ട്രോഫി കേരള കബഡി ലീഗ് ഡിസംബർ 25 മുതൽ 29 വരെ തീയതികളിൽ കൊല്ലം പീരങ്കി മൈതാനിയിൽ ഡിസംബർ 25-ാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട കേന്ദ്ര വിദേശ പാർലമെന്ററി കാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ ജി ഉദ്ഘാടനം നിർവഹിച്ച് ആരംഭിച്ച KKL സീസൺ 3 അതിന്റെ ആവേശകരമായ 4ാം ദിനത്തിൽ ഇതാ 2ാം സെമിയാണ്. ഇപ്പോൾ 2ാം സെമി ഫൈനൽ പുരുഷ വിഭാഗത്തിൽ 2ാം സെമിയിൽ പങ്കെടുക്കുന്നു സോണിപത് പാന്തേഴ്സ് ഇന്ത്യൻ റെയിൽവേ 13-15 15 points Sonipat Panthers 15 point 13 points. മുന്നേറ്റം അവിടെ അടച്ചു കഴിഞ്ഞു. ഉരുക്ക് കോട്ട അവിടെ തീർത്തു അടച്ചു കഴിഞ്ഞു. പിന്നെ മുന്നോട്ടില്ല. 17-13 half time match. Half time score Sonipat Panthers 17 points. Sonipat Panthers Indian Railway 13. बल है और साहस भी है वीरों
ആദ്യ റൈഡുമായി ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ 8ാം നമ്പർ പ്ലെയർ സാബ് ഗെയിംസ്, ജൂനിയർ ഏഷ്യൻ കപ്പ്, അതുപോലെ പ്രോ കബഡി ഉൾപ്പെടെയുള്ള പ്രമുഖ മത്സരങ്ങളിലെ Seventeen, 15 favor of Sonipat Panthers, favor of Sonipat Panthers. 17 Indian Railway 15 rider Sonipat Panthers. Number 10 Mohit, score 18. Sonipat Panthers 18, Indian Railway 15. Super tackle on, super tackle. Wow! Polish, super tackle. Ivan Jones. Super tackle. 20 അല്ലേ 20 അല്ലേ സ്കോർ 20-15 favor of Sonipat Panthers. 20 point Sonipat Panthers. കായിക ആവേശത്തിന്റെ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടം, അതിഗംഭീരമായ 2ാം സെമി ഫൈനൽ. ഇന്ത്യൻ റെയിൽവേ സോണിപത് പാന്തേഴ്സ് പ്രോ കബഡി സീസൺ 7 7ാം സീസണിലെ പ്രഗത്ഭരായ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേ എതിരാളികളെ നേരിടുന്നു. വീണ്ടും ഇതാ ശക്തമായൊരു ക്യാച്ച്, കൃത്യമായ സപ്പോർട്ടിലൂടെ. 21-15 favor of Sonipat Panthers. 21 rider number 7 junior national Mohit. സൂപ്പർ. പരമാവധി ഉള്ളിൽ ഒരു റൈഡർക്ക് എത്രത്തോളം ഉള്ളിൽ കയറാം അത്രത്തോളം ഉള്ളിൽ കയറിയുള്ള അറ്റൻഡ് ആണ് അവിടെ കാഴ്ചവെച്ചത്. വീണ്ടും ജൂനിയർ നാഷണൽ. ഒരു ഭാഗത്ത് സീനിയർ ആൻഡ് ജൂനിയർ നാഷണൽ ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളാണ് ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. സീനിയർ നാഷണൽ ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജൂനിയർ നാഷണൽ, സീനിയർ നാഷണൽ ഉൾപ്പെടെയുള്ള താരനിര കൊണ്ട് സമ്പന്നമാകുന്നതാണ് നമ്മുടെ സോണിപത് പാന്തേഴ്സ്
ഒരു ഭാഗത്ത്. എന്നാൽ മറുഭാഗത്ത് പ്രോ കബഡിയുടെ സീസൺ 1 to 7, ഒന്നാം സീസൺ മുതൽ 7ാം സീസൺ വരെ പ്രോ കബഡിയിൽ പങ്കെടുത്തിട്ടുള്ള പ്രമുഖ ടീമുകളെ താരങ്ങൾ അണിനിരക്കുന്നതാണ്. ജൂനിയർ ഏഷ്യൻ കപ്പ്, അതുപോലെ തന്നെ സാഫ് ഗെയിംസ് ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള ഒരു വമ്പൻ താരനിരയാണ് ഇന്ത്യൻ റെയിൽവേ അണിനിരത്തിയിരിക്കുന്നത്. വമ്പൻ പ്രോ കബഡി ഉൾപ്പെടെ ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടൊരു വമ്പൻ താരനിര തന്നെയാണ് ഇന്ത്യൻ റെയിൽവേസ് അണിനിരത്തുന്നതാണ് ഈ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രോ കബഡിയുടെ ആവേശം കേരള കബഡി ലീഗിലും പ്രകടമാകുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം. ഇവിടെ സോനിപത് പാന്തേഴ്സ് വീണ്ടും ഒരു സൂപ്പർ ടാക്കിൾ സാധ്യത തെളിയുകയാണ്. ഇല്ല, തരില്ല, പിടിതരില്ല എന്ന ആവേശം. സ്കോർ 21 പോയിന്റ്സ് സോനിപത് പാന്തേഴ്സ്, 19 പോയിന്റ്സ് ഇന്ത്യൻ റെയിൽവേ. 19-21 ഫേവർ ഓഫ് സോനിപത് പാന്തേഴ്സ്. നെത്തോലി ഒരു ചെറിയ മീനല്ല. കൊള്ളാം, നല്ല സുന്ദരമായ ഒരു വരവ്. വീണ്ടും രണ്ടുപേർ മാത്രമുള്ള കോർട്ടിൽ സൂപ്പർ ടാക്കിൾ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് 8ാം നമ്പർ പ്ലെയറാണ് ഇവിടെ എത്തുന്നത്. സൂപ്പർ ടാക്കിൾ എഴുന്നേറ്റെത്തുന്ന ആ സമയം അവിടെ ഒന്ന് വീണുപോയെടുത്ത് എഴുന്നേറ്റ് ഓടി വന്ന് തടയാൻ ശ്രമിക്കുമ്പോഴേക്കും ലൈനറിലേക്ക് പോയി കഴിഞ്ഞു. അവിടെ പ്ലെയേഴ്സിന് ചെറിയ score 24 all. 24 all. Score 24 all. മെഡിക്കൽ നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ട്. പ്ലീസ് ഡോക്ടേഴ്സ്. $24 each. Indian Railway 24 points. Sonipat Pandesh 24 points. 24 each. $25-24 favor of Sonipat Pandesh. അടുത്ത മത്സരം വനിതാ ടീമുകളുടെ മത്സരമാണ് അടുത്തത്. സൂര്യകാന്തി ഡൽഹി ജാൻസീസ് വിമൻ സെക്ഷൻ. സൂര്യകാന്തി ഡൽഹി ജാൻസീസ്. നെക്സ്റ്റ് മാച്ച് ക്യാപ്റ്റൻ ആൻഡ് ദി മാനേജർ പ്ലീസ്. നെക്സ്റ്റ് മാച്ച് ഡൽഹി ജാൻസീസ് വേഴ്സസ് സൂര്യകാന്തി വിമൻ സെക്ഷൻ.
27-24. 27 Sonipat Panthers 27. 24 points Indian Railway. 24 Indian Railway. 27 Sonipat Panthers. Right? Indian Railway. Indian Railway number 1. Nitin Rabal. Wow. ഇങ്ങനെ ഇവർ കളിയോ? Do or die. Super Declan. Oh, wow. 2 point നേടുകയാണ് 10ാം നമ്പർ താരമായ മുഹീദ്. ജൂനിയർ നാഷണൽ മുഹീദ് 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞപ്പോൾ റൈഡ് കഴിഞ്ഞ് 2 പോയിന്റുമായി മടങ്ങുമ്പോൾ 29. ഓ, Sonipat Panthers 33 points. Score 33-25. Favor of favor of Sonipat Panthers 33. 33-25 എന്ന സ്കോറിലാണ് ഇപ്പോൾ മത്സരം ശക്തമായി നീങ്ങുന്നു. ഇന്ത്യൻ റെയിൽവേ 25 പോയിന്റ്, സോണിപത് പാന്തേഴ്സ് 33. Favor of Sonipat Panthers. Next match, women's section, Delhi Jansis versus Surya Gandhi. Delhi Jansis, Surya Gandhi. Team get ready. (33-27) favor of Sonipat Panthers 33, Indian Railway 27. Do or die. Surya Gandhi Foundation Pandit Deen Dayal Trophy Kerala Kabaddi ലീഗിന്റെ 3ാം സീസൺ ആവേശകരമായ 4ാം ദിനത്തിലെ മത്സരങ്ങൾ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യൻ റെയിൽവേ സോണിപത് പാന്തേഴ്സിനെ നേരിടുന്നു. 2ാം സെമി ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വനിതാ ടീമുകൾ ഡൽഹി ജാൻസീസ് സൂര്യകാന്തിയെ നേരിടും. അടുത്ത മത്സരം
Sonipat Panthers 33, Indian Railway 30 points. 30-33 എന്ന സ്കോറിലാണ് ഇപ്പോൾ മത്സരം നിൽക്കുന്നത്. 30-33 ലീഡ് ഇപ്പോഴും. Second semi, last 5 minutes. Second semi, last 5 minutes. Score 33-31. 33-32. 33 points. Sonipat Panthers 33-32. Indian Railway 32-33. മത്സരം അവസാന 5 മിനിറ്റുകളിലേക്കാകുമ്പോൾ ആയി കഴിഞ്ഞു. ഇനി മത്സരം അത്യന്തം ആവേശകരമായി മാറും, അതിൽ സംശയമില്ല. മത്സരം ആവേശകരമായ മത്സരം ഇത്രയും നേരം രണ്ടാം പകുതിയിലും ആദ്യ പകുതിയിൽ നിന്ന ആ ലീഡ് രണ്ടാം പകുതിയിൽ മാറി മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവസാന 5 മിനിറ്റിലെത്തുമ്പോ 36 ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ ഒരു കടന്നാക്രമണം നടത്തി. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ റെയിൽവേ 36, സോണിപത് പാന്തേർ 33, 33-37. അതെ, തൊടുത്തുവിട്ട അമ്പ്. ഇന്ത്യൻ റെയിൽവേ അവരുടെ പുതുതന്ത്രങ്ങൾ കളിക്കളത്തിൽ മെനയുകയാണ്. അപ്പോൾ മത്സരം മറിയുകയാണ്. ഇപ്പോൾ മത്സരം ഇന്ത്യൻ റെയിൽവേയുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ മത്സരം ഇന്ത്യൻ റെയിൽവേയുടെ കയ്യിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 33-നെതിരെ 37 പോയിന്റാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. അപ്പോൾ 4 പോയിന്റിന്റെ ലീഡ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്കാണ്. അതാണ് നേരത്തെ ആദ്യ പകുതിയുടെ പകുതി സമയം പിന്നിടുമ്പോഴും മത്സരം കൈപ്പിടിയിൽ ഒതുക്കി രണ്ടാം പകുതിയുടെ 5 മിനിറ്റ് എത്തുന്നത് വരെ സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മത്സരം സോണിപത്തിന് ഇപ്പോൾ ഇപ്പോൾ നഷ്ടമാകുന്നുവോ എന്നൊരു സംശയം കൂടി കാണികൾക്കുണ്ട്. കാരണം last 3 minutes 33-37 favor of Indian Railway. കാരണം അതൊരു കരുത്താണ്. 8ഓളം പ്രോ കബഡി പ്ലേയേഴ്സ്, സാഫ് ഗെയിംസ്, ജൂനിയർ ഏഷ്യൻ കപ്പ് ഉൾപ്പെടെയുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത പ്രഗത്ഭരായ സമ്പന്നമായ താരനിരയാണ് ഇന്ത്യൻ റെയിൽവേക്ക്. അതിന്റെ മികവ് ഒരു കാട്ടും എന്നുള്ളത് നമുക്ക് അവസാനം നിമിഷം വരെ 33-37 ഫേവർ ഓഫ് ഇന്ത്യൻ റെയിൽവേ. സൂര്യകാന്തി ഫൗണ്ടേഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ട്രോഫി കേരള കബഡി ലീഗ് സീസൺ 3 നാളെ അതിന്റെ ആവേശകരമായ കലാശക്കൊട്ട് ഫൈനൽ മത്സരങ്ങളാണ് നാളെ. പുരുഷ ലാസ്റ്റ് 2 minutes 33-37 ഫേവർ ഓഫ് ഇന്ത്യൻ റെയിൽവേ. Do or die. ശ്രീകാന്ത് ജാദവ് പ്രോ കബഡി 5-7 സീനിയർ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ശ്രീകാന്ത് ജാദവ്. Do or die 38-33 ഫേവർ ഓഫ് ഇന്ത്യൻ റെയിൽവേ. ലാസ്റ്റ് 5 മിനിറ്റിന്റെ ബിസിൽ മുഴങ്ങിയതും മത്സരം ഒന്നെടുത്തെറിയുന്നത് പോലൊരു മാറ്റമാണ് ഇന്ത്യൻ റെയിൽവേ. അവിടെ അതുവരെ പമ്മി നിന്ന ടീം അവരെത്രത്തോളം പോകും എന്ന് നമുക്കൊന്ന് കാണാം എന്നുള്ള അവരിൽ നിന്ന മത്സരം വളരെ വേഗത്തിൽ ഇന്ത്യൻ റെയിൽവേ കൈപ്പിടിയിൽ ഒതുക്കി.
39. ഫൈനൽ സ്കോർ 33-39.